വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ കൊറോണയ്ക്ക് ശേഷമുള്ള കോളേജ് ലൈഫൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞുണ്ടോ. 6:30 ആവുമ്പോൾ എണീറ്റു. ജസ്റ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി ബ്രഷൊക്കെ ചെയ്ത് ഇതായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് ഒതുക്കി വെക്കണം. എന്തായാലും നമുക്ക് പുതപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് മടക്കി വെക്കണം. അപ്പം ഞാനിപ്പം പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ബെഡ്ഷീറ്റും കൂടെ ഒന്ന് റെഡിയാക്കണം. ഞങ്ങൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് വിൻഡോ പോയി തുറക്കുക. ഇവിടുത്തെ ഈ വിൻഡോ ഒന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി സീനറിയാണ്, അതുപോലെ തന്നെ നല്ല കാറ്റും കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതാ വന്ന് ചെയ്യാം കേട്ടോ. നല്ല സുഖമാണ് കേട്ടോ, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല ഫ്രഷ് എയറൊക്കെ കിട്ടും. എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ താഴെ ഇങ്ങനെയാണ് കേട്ടോ സ്ട്രിങ്ങിൽ. അപ്പം ഇപ്പം ടൈം 7 മണി കഴിഞ്ഞു. അപ്പം 8 മണി വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും. കോളേജിലേക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ എഴുതും, പിന്നെ രാത്രി എഴുതും കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് എഴുതും. പിന്നെ എന്താ, ഇന്നിപ്പം ലാബിൻ്റെ ഒന്ന് നോക്കണം. നാളെ എനിക്ക് ലാബുണ്ട്, അപ്പം അതൊന്ന് നോക്കണം. അങ്ങനെയാകുമ്പം ഈവനിങ് വന്നിട്ട് നമുക്ക് കുറച്ച് നോക്കിയാൽ മതിയല്ലോ. എന്തായാലും ഇപ്പം മൊത്തം കഴിയൊന്നും പോകുന്നില്ല. അപ്പോൾ ഈവനിങ് വന്നിട്ട് നമുക്ക് കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ കുറച്ച് നോക്കി വെക്കാം. അപ്പോൾ അത് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇതൊന്ന് നോക്കിയിട്ട് വരാം. ചെറിയ വിശപ്പ് കഴിഞ്ഞു, എന്തെങ്കിലും എടുത്ത് കഴിച്ചാലും. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ തീരാനായി. കുറച്ച് ബിസ്ക്കറ്റ് ഇത് അവിടെ എടുത്ത് വെച്ചു. ശരിയാക്കിയാലേ ഞങ്ങൾക്ക് ഇവിടെ ഫുഡൊക്കെ ആകുമ്പോഴേക്കും 7:30 ആവും. നമ്മളിവിടെ ക്യാൻറ്റീനിൽ പോയി കഴിക്കുക ചെയ്യാം. മെസ്സുണ്ട്, നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ മെസ്സുണ്ട്. പക്ഷെ അവിടെ പെയിൻറ്റിങ് ഒക്കെ നടക്കുകയാണ്. അപ്പം അവിടെ കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മളെല്ലാം പിന്നെ കുറച്ച് പിള്ളേരുള്ളൂ കേട്ടോ. അപ്പോൾ അവർ അത് നമുക്ക് വേണ്ടി കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ പോയി കഴിക്കും. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം പിന്നെ രാത്രിയാണ് ഞങ്ങൾ കഴിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ പോകുമ്പോൾ 7:30 ഫുഡ് അങ്ങനെ നമ്മൾ പോകുമ്പോൾ ജസ്റ്റ് റെഡി ആയിട്ട് നമ്മൾ പോകാറുള്ളൂ. എന്നിട്ട് അപ്പം ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കയറുക ചെയ്യാം. ഒരു 8:30 ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. രാവിലെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും, പ്രത്യേകിച്ച് പഠിക്കാനിരിക്കുമ്പോൾ. എൻ്റെ റൂമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പം നിൽക്കുന്നത് സിംഗിൾ റൂമാണ്. സാധാരണ ഞാൻ ട്രിപ്പിൾ റൂമിലാണ് നിൽക്കാറ്. ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് വേണ്ടി വരുവാനുണ്ട്. നമ്മളെ ഇയറിൽ തന്നെ കുറേ പിള്ളേരൊന്നും വന്നിട്ടില്ല. അപ്പം 2 വീക്കിന് വേണ്ടിയിട്ടല്ല. അപ്പം നമ്മൾ സിംഗിൾ റൂം എടുക്കാമെന്ന് വിചാരിച്ചു. ബാത്റൂം അറ്റാച്ച്ഡാണ്. അങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ റൂമൊക്കെ കാണിച്ചു കേട്ടോ. നോക്കാം, കഴിഞ്ഞിട്ട് നമുക്ക് റൂമൊക്കെ കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം വന്നിട്ട് നോക്കാം. ഇപ്പം ഒരു സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെഡിയാവും. റെഡിയായിട്ട് കാണാം. ഇതാണ് കേട്ടോ എൻ്റെ റൂം. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് സിംഗിൾ റൂമിലാണ് നിൽക്കുന്നത്. സാധാരണ ഞങ്ങൾ ട്രിപ്പിൾ റൂമിലായിരുന്നു നിന്നിരുന്നത്. ഇതിപ്പോൾ 2 വീക്കിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണല്ലോ.
അപ്പോൾ വിചാരിച്ചു സിംഗിൾ റൂമിൽ നിൽക്കാമെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ പോലെ തന്നെ മാറും. മെയിനായിട്ടിപ്പം റിവിഷനും പ്രൊജക്റ്റിനും ലാബിനും ഒക്കെ വേണ്ടിയിട്ടാണ് ക്ലാസ് വെച്ചേക്കുന്നത്. പിന്നെ സിംഗിൾ റൂമിൽ അൽമാരി ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഇവരിപ്പം ഇവിടെ CLTC ആയതുകൊണ്ട് കുറേ പിള്ളേർക്ക് സാധനമൊന്നും വന്ന് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടെ ഒരു റൂമിലേക്ക് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ അൽമാരിയോടെ കൊണ്ടുവച്ചു. അതാണ് നമുക്ക് അൽമാരി ഒന്നും കിട്ടാഞ്ഞേ. ഇത് മിററ്. പിന്നെ തൊട്ടടുത്തുള്ളത് ബാത്റൂമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ റൂം. ഞാൻ പോയി റെഡി ആവട്ടെ. ഞാനിതാ യൂണിഫോമൊക്കെ പോയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മുടിയൊക്കെ ഒന്ന് കേട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരൊക്കെ ഇപ്പോൾ വരും. അപ്പോൾ ഞങ്ങൾ ഇനി ക്യാൻറ്റീനിലേക്ക് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ക്ലാസ്സിലേക്ക് കയറും. ബുക്കൊക്കെ എടുക്കാം. പിന്നെ ഇരിക്കാം. ഇന്നുള്ളത് ഇവിടെ അടച്ചിടാറുണ്ട്. സാനിറ്റൈസറും കൂടെ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാമായി. ഇനി ഞാൻ ഡോർ ലോക്ക് ചെയ്ത് അവരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. എന്താ ഹോസ്റ്റൽ മൊത്തം പെയിൻ്റൊക്കെ ആയിട്ട് ആകെ ഇങ്ങനെയാണ് വെച്ചാൽ ഇത് CLTC ആയിരുന്നു. അപ്പം അവർ പോയതിന് ശേഷം ഗവൺമെൻറ് ഫ്ലോറിനേഷനും പിന്നെ സാനിറ്റൈസും ഒക്കെ ചെയ്തിട്ട് നമുക്ക് തന്നെ നമ്മൾ കോളേജുകാർ എന്നിട്ട് പെയിൻ്റ് അടിക്കുകയാണ്. പെയിൻ്റ് അടിച്ചിട്ടാട്ടോ ഞങ്ങളൊക്കെ കയറ്റിയത്. പിന്നെ ബാക്കി കുറച്ച് പോർഷൻസും കൂടെ ഉണ്ട്. അത് അവർ അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ക്യാൻറ്റീനിലേക്ക് നടക്കുകയാണ്. ഇവിടെയുള്ള പറ്റിപ്പറ്റിയാണ് കേട്ടോ. ഇവിടെ കുറേ മയിൽക്കുട്ടികളും കോഴിക്കുട്ടികളൊക്കെ ഉണ്ടായി. അതൊക്കെ കൊടുത്തു. കൊറോണയ്ക്ക് ശേഷം ഇവിടെ ആരും നോക്കാനൊന്നും ഇല്ലല്ലോ, അപ്പം എല്ലാം കൊടുത്തു. നമ്മുടെ ക്യാൻറ്റീൻ എത്താറായിട്ടുണ്ട്. ലെഫ്റ്റ് ടേണിലേക്കാണ് നമ്മുടെ ക്യാൻറ്റീന്. പിന്നെ റൈറ്റ് ടേൺ ബോയ്സ് ഹോസ്റ്റലിലേക്കും ഗ്രൗണ്ടിലേക്കുള്ള ടേണാണ്. ഇതാണ് നമ്മുടെ ക്യാൻറ്റീന്. ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കിട്ടും. സ്നാക്സ് ഐറ്റംസും പിന്നെ ഡ്രിങ്ക്സൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. ഇന്ന് പുട്ടാണ്, പിന്നെ ഒരുപാറിൻ്റെ കറിയും. നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ എടുക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ചായ, ഇടയ്ക്ക് ഞങ്ങൾക്ക് കോഫിയും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ ആട്ടോ ഞാൻ പറഞ്ഞ സ്നാക്സും ചോക്ലേറ്റ്സും നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടും. ഇനി നമുക്ക് കോളേജിലേക്ക് പോവാം. ഇത് ഞങ്ങളുടെ കോളേജ് സ്റ്റോറാട്ടോ. ഇവിടെ ഇങ്ങനത്തെ ബുക്ക്, പേന, എല്ലാ സാധനങ്ങളും കിട്ടും. ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഫ്റ്റീരിയാണ്. ഈ ബ്ലോക്കിലാണ് കേട്ടോ എൻ്റെ ക്ലാസ്. ഞങ്ങളുടെ ക്ലാസ് ഇപ്പം ഫസ്റ്റ് ഫ്ലോറിലാണ്, അവിടെയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആരും എത്തിയിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പം 8:30 അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പം 8:45 ആയുള്ളൂ.
ഇപ്പം 8:50 ആയി. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ എല്ലാവരും എത്തുള്ളൂ. ഇപ്പോൾ അത് കുറച്ച് പിള്ളേരെ എത്തിയുള്ളൂ. ഇതാണ് കേട്ടോ എൻ്റെ ക്ലാസ്. ഇത് ഞങ്ങൾ ഒരു പീരീഡ് കഴിഞ്ഞ് അടുത്ത പീരീഡ് ആവുന്ന ബ്രേക്കിൽ ഞാൻ എടുത്തതാണ്. ഇപ്പോൾ പിള്ളേരൊക്കെ എല്ലാവരും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എല്ലാവരും പുറത്തായിരിക്കും. ഇപ്പോൾ കൊറോണയ്ക്ക് ആയതുകൊണ്ട് ഒരാൾ ഒരു ബെഞ്ചിൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇൻ്റർവൽ ടൈമൊക്കെ ഞങ്ങൾ ഈ വരാന്തയിൽ വന്ന് നിൽക്കുക ചെയ്യാം. ഇടയ്ക്ക് കഫറ്റീരിയയിലൊക്കെ പോയിട്ട് സ്നാക്സ് ഒക്കെ കഴിക്കും. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഓഡിറ്റോറിയം. ഈ വഴി പോകുമ്പോഴാണ്, ഈ വഴി കൂടിയാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാറ് ക്ലാസ് കഴിഞ്ഞിട്ട്. ഇത് ഓഡിറ്റോറിയം. ഇവിടെയാണ് ഞങ്ങൾ എല്ലാ പ്രോഗ്രാംസൊക്കെ നടക്കാറ്. പിന്നെ ഈവനിങ് പ്രാക്ടീസൊക്കെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് ചെയ്യാറ്. ബാഡ്മിൻ്റനും ടേബിൾ ടെന്നീസ് അവിടെ നിന്നാണ് പ്രാക്ടീസ് ചെയ്യാറ്. പിന്നെ യോഗ പ്രാക്ടീസും അവിടെ നിന്ന് തന്നെയാണ്. ഇനി നമുക്ക് കഫ്റ്റീരിയ ഒന്ന് കാണാം. ഞാൻ നിങ്ങൾക്ക് കഫ്റ്റീരിയ കാണിച്ചു തരാം. ഞാൻ കഫ്റ്റീരിയക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കഫ്റ്റീരിയ. ഈ വഴി തന്നെ നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. നമുക്ക് 1:35 വരെ ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊജക്റ്റ് ഹവറാണ്. പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് അങ്ങനെയൊക്കെ. നമുക്ക് പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ പ്രസൻറ്റേഷൻ ഇന്നലെ കഴിഞ്ഞു. ഇതപ്പോൾ ഞങ്ങൾ ക്യാൻറ്റീനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. മീൻകറി, പിന്നെന്താ പച്ചക്കറി, അച്ചാർ, രസം, പപ്പടം എല്ലാം ഉണ്ട്. അപ്പം ഇനി ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾ കഴിച്ചു. കോളേജിലെത്തി. എല്ലാവരും പ്രോജക്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്. അവർക്കൊക്കെ ഇന്നും നാളെയൊക്കെ ആയിട്ടാണ് പ്രസൻറ്റേഷൻ. എൻ്റെത് ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജിയോ ടെക്നിക്കൽ ലാബിലേക്ക് പോകുന്നു. അവിടെ ശ്രീലക്ഷ്മി ഉണ്ട്, പിന്നെ മനീഷ, കീർത്തനൊക്കെ അവിടെ ഉണ്ട്. അവരുടെ പ്രൊജക്റ്റ് ജിയോ ടെക്നിക്കലാണ്. ഇവിടെ തന്നെയാണ് കേട്ടോ ട്രാൻസ്പോർട്ടേഷൻ്റെ ലാബും. ഇത് മനീഷയാണ്. ഞങ്ങൾ ലാബിൽ നിന്ന് ഫ്രീ ആയപ്പം ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഇത് ഫോട്ടോ കണ്ടന്റ് എത്ര ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇപ്പോൾ 24 hour കഴിഞ്ഞിട്ട് ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഈ നാളെ ഇതേ സമയത്ത് വന്ന് എടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഞാനും ശ്രീയും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് കേട്ടോ ശ്രീലക്ഷ്മി. അപ്പോഴേക്ക് ശീതൾ വന്നിട്ടുണ്ടായി. അപ്പോൾ അവളെ കൂടെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ശ്രീലയാണ്. ഇത് മനീഷ, അത് കീർത്തന, പിന്നെ ഇത് ശ്രേയസ്, റീനു, സംഗീത, ശ്രീഷ്മ, നയൻസ്, മീര, ജോജോ എല്ലാവരും ഉണ്ട്. ഇത് ഞങ്ങൾ പോകാൻ നേരത്തെ ഫ്രീ ആയിട്ട് ഒരു ഫോട്ടോ കൂടി എടുത്തതാണ്. അവൾ എന്നിട്ട് കോളേജ് ബസ്സിൽ പോയി. ഞാൻ എന്നിട്ട് ലൈബ്രറിയിലേക്ക് പോന്നു. എനിക്ക് കുറച്ച് ബുക്ക് കൊടുക്കാനുണ്ടായി. കൊറോണയ്ക്ക് മുന്നേ പോയപ്പോൾ ഞാൻ കുറച്ച് ബുക്ക് എൻ്റെ കയ്യിലുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് കൊടുക്കാനുണ്ട്, റിട്ടേൺ ചെയ്യാനുണ്ടായി. ഞങ്ങൾ റൂംമേറ്റ്സാണ്. ഞാനും ചേച്ചിയും വീതും കൂടെ ആയിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചേച്ചീനെ ഹെൽപ്പൊക്കെ ചെയ്തു. ചേച്ചി അന്ന് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിണ്ടായി. അപ്പോൾ അതൊക്കെ കൊണ്ടുവെക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് ഇന്ന് തന്നെ പോവും. അപ്പോൾ ചേച്ചി കൊണ്ടു തന്നതാണ് സിൽക്ക്.
കുറേ ഉണ്ടായി. പക്ഷെ ഓര് വെച്ച് വന്നപ്പോഴേക്ക് എല്ലാവർക്കും കുറച്ച് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ചായ ഉണ്ടാക്കി. ചായ കുടിച്ചിട്ടുണ്ടായില്ലെന്ന്. അപ്പം ഹോർലിക്സ് ഉണ്ടാക്കണം വിചാരിച്ചു. ഞാൻ ഹോർലിക്സ് കൊണ്ടുവന്നുണ്ടായി വീട്ടിൽ നിന്ന്. പിന്നെ പാൽപ്പൊടി. പാകത്തിന് പഞ്ചസാര കിട്ടും. പിന്നെ പാൽപ്പൊടി ഇടുന്നത് അതിൻ്റെ മധുരം ഉണ്ടാക്കും. പിന്നെ പഞ്ചസാര കുറച്ച് പാകത്തിന് കിട്ടിയിട്ടു. ഞാൻ പോയിട്ട് ചായ കുടിച്ചിട്ട് ഞാൻ പോയിട്ട് ഫ്രഷായിട്ട് കാണാം. ഞാൻ ഫ്രഷായി. കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായി. അതൊക്കെ അലക്കി. പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടേക്കും 7:30 ആയി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ക്യാൻറ്റീനിൽ എത്തി. ഇനി നേരെ പോയിട്ട് കൈ കഴുകണം. എന്നിട്ട് ഫുഡ് അടിക്കുക. ഞങ്ങൾ വരുമ്പം എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വരിക. ഇതിപ്പോൾ ക്യാൻറ്റീനിലേക്ക് ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വരിക. മിസ്സുമാരും ഉണ്ടാവും. പിന്നെ ഞങ്ങളും പിന്നെ എംടെക്കത്തെ ചേച്ചിമാരും ഉണ്ട്. ഇപ്പോൾ നമുക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ. തേർഡ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനും ഫസ്റ്റ് ഇയേഴ്സിനും ഒന്നുമില്ല. ഇനി ഞങ്ങളത് കഴിഞ്ഞിട്ട് അവരെ വിളിക്കും. അങ്ങനെയാണ്. ഓരോ ഇയറായിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വെള്ളപ്പം മുട്ടക്കറിയൊക്കെ വാങ്ങിച്ചു. നമുക്ക് ഇഷ്ടത്തിന് എത്ര വേണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം. കറിയാണെങ്കിലും വെള്ളപ്പം ആണെങ്കിലും. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വെള്ളം നിറച്ചിട്ടാണ് പോവാറ്. ഞങ്ങളിപ്പം കുറച്ച് പിള്ളേരൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ. സാധാരണ നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ, ഗേൾസ് ഹോസ്റ്റലിൽ തന്നെ മെസ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ കഴിക്കാറ്. അപ്പോൾ നമുക്ക് ഒരു 7:30 തൊട്ട് 8:15 വരെ എപ്പോൾ വേണമെങ്കിൽ പോയി കഴിക്കാം. ഇവിടെ ആകുമ്പോൾ നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ പോകുന്നു. നമ്മൾ ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു കോളേജ് ലൈഫ്. സത്യം പറഞ്ഞാൽ കോളേജ് ലൈഫൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ അറ്റ് എ ടൈം കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം കിട്ടും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.